ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാരണം അലക്കുന്ന വാഷിംഗ് മെഷീനിലോട്ട് നമ്മളൊരു കുപ്പി ഇട്ട് കൊടുത്താൽ എന്താണ് സംഭവിക്കുകയെന്ന് കണ്ടു നോക്കും. വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പല്ല, ഒരു റെസിപ്പിയാണ്. നമുക്ക് മുട്ട റോസ്റ്റ് ഈ ഒരു രീതിയിൽ ചെയ്യുവാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോഴത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക, അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് പെരുംജീരകം അതോടെ അങ്ങനെ ഇട്ട് കൊടുക്കുക. പൊടിയൊന്നും ഇടരുത്. പെരുംജീരകത്തിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ മുട്ട റോസ്റ്റൊക്കെ കഴിക്കുമ്പോൾ അതിലൊന്ന് പെരുംജീരകം കടിക്കുമ്പോൾ അടിപൊളി ഒരു ടേസ്റ്റാണ് കേട്ടോ. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ പെരുംജീരകവും കടുകും നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഇതേ രീതിയിൽ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം അങ്ങ് നിർത്തിയിട്ടേക്കുക. ഒത്തിരി തീ കത്തിച്ച് കൊടുക്കുമ്പോഴത്തേക്കും കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫ്ലെയിം അങ്ങ് നിർത്തുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടി, നിങ്ങളുടെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കുക. ആ എണ്ണയുടെ ഒരു ചൂടിൽ വേണം ആ മുളക് പൊടിയും അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞൾ പൊടിയും കൂടെ ഒന്ന് മൂക്കാനായിട്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട കുരിച്ച് ഇതിലിട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പോടിട്ടിട്ട് ഒന്ന് റോസ്റ്റ് പോലെ ആക്കിയെടുക്കുക. ഇതിനകത്ത് സവാള വേണ്ട, ഒന്നും വേണ്ട കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ഒന്നും വേണ്ട കേട്ടോ. ഇതിങ്ങനെ ഒന്ന് വെച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റാണ്, പറയുക സൂപ്പർ ടേസ്റ്റാണ്. കരിഞ്ഞു പോകരുത് മാത്രമേ ഉള്ളൂ. മുട്ടയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മളിന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കാവുള്ളൂ. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. പിന്നെ ഒരു 8 മുട്ടയാണ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ മുട്ടയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരുമാതിരി അരപ്പ് ഇതിൽ പിടിച്ചിരിക്കേണ്ട കാര്യം, നമുക്ക് ഇച്ചിരി അരപ്പ് വേറെ സെപ്പറേറ്റ് വേണ്ടിയിട്ടാണ്. അപ്പം ഈ അരപ്പ് ഒത്തിരി പിടിച്ചിരുന്ന് കഴിക്കുന്നതിനെക്കാട്ടും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയതാണ് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്യേണ്ട മുട്ട ഇതിലേക്ക് എടുക്കുക. ബാക്കി മുട്ട ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിപ്പോൾ ഇത്രയും മുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം ഞാൻ ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കുന്നുണ്ട്. ഓണാക്കി കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് അതിലിട്ടൊന്ന് മുരിച്ചെടുക്കത്തില്ല. നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന അത്രയും രീതിയിൽ ഫ്രൈ ആക്കരുത് കേട്ടോ. ഒരു ജസ്റ്റ് ഒന്ന് ഫ്രൈ ആകാവുള്ളൂ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ മുട്ട പൊട്ടിത്തെറിക്കും. ഒത്തിരി മൂപ്പിച്ച് കഴിയുമ്പോൾ ഇത് മുട്ട പൊട്ടിത്തെറിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് ഒന്ന് ഫ്രൈ പോലെ ഒന്ന് നല്ല മൂപ്പിച്ചെടുക്കുക. കരിഞ്ഞു പോകരുത് കേട്ടോ. അതിനുശേഷം നമ്മൾ അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൻ്റെ കൂടെ കഴിക്കാവുന്ന നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി അടുത്ത ടിപ്പ്, ഇതുപോലെ നമ്മുടെ വീടുകളിൽ മല്ലിയില ഒരുപാട് മേടിച്ച് വെക്കും അല്ലേ. അപ്പോഴത്തേക്ക് ചിലതായി അതിൻ്റെ ചള്ളായതും ചീഞ്ഞതും ഒക്കെ ഒത്തിരി കാണും. എന്നപ്പോൾ അതെല്ലാം ആ ചീഞ്ഞതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞതിന് ശേഷം ഈ രീതിയിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ, ഫ്രിഡ്ജില്ലേലും നമുക്ക് വെളിയിലാണെങ്കിലും സൂക്ഷിച്ച് വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിലാണെങ്കിലും സൂക്ഷിച്ച് വെക്കാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുന്ന ഒരുപാട് കുപ്പി കാണുമല്ലോ. ഇതിൽ കുപ്പിയുടെ ഈ ഒരു ഭാഗം, മുകൾ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഈ ഒരു ഭാഗം എടുക്കുക. അതിലേക്ക് അരഭാഗം വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ തണ്ടോടുകൂടി തന്നെ ഇതിനുള്ളിലേക്ക് ഇറക്കി വെക്കുക. തൊണ്ടോടുകൂടി തന്നെ ഇറക്കി കേട്ടോ. എന്നിട്ട് ഓരോ ദിവസം ഇടവിട്ട് നമുക്ക് ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് പുതിയ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ നട്ട് കിളുത്ത് വരുന്ന ഒരു രീതിയിൽ തന്നെ നല്ല സൂപ്പറായിട്ട് നമ്മുടെ പുതിനയിലയാണേലും മല്ലിയിലയാണേലും ഇരുന്നോളും കേട്ടോ. ഇപ്പം ഞാൻ ഫ്രിഡ്ജിലോട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ തണുപ്പും വെള്ളത്തിലെ ഇതുമെല്ലാം ആയിട്ട് നല്ലപോലെ നമ്മുടെ ഇവിടെ ചെടി കിളുത്ത് നിൽക്കുന്നത്, മല്ലിയിലൊക്കെ കിളുത്ത് നിൽക്കുന്ന പോലെ നിൽക്കും. അപ്പോൾ വെള്ളം ഓരോ ദിവസം ഇടവിട്ടൊന്നും മാറിക്കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. ഈ മല്ലിയില അടിപൊളിയാണ്. ഒരുപാട് അസുഖത്തിനൊക്കെ ഉള്ളൊരു മരുന്നാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. മൂത്രത്തിൽ കല്ലൊക്കെ മാറാനും ഒക്കെ ഭയങ്കര ഒരു പ്രശ്നമൊക്കെ ഉള്ള അടിവേറ് വേദന, ഇതൊക്കെ മാറാനും മൂത്രത്തിൽ കല്ലുണ്ടാകുമ്പോഴൊക്കെ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ മാറാനുള്ള അടിപൊളി ടിപ്പ് ഇത് കൊണ്ടുണ്ട് ഞാൻ കാണിക്കാം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് നമ്മുടെ വീട് വാഷിംഗ് മെഷീനിലൊക്കെ നമ്മൾ തുണിയായിട്ട് അലക്കുമല്ലോ. അപ്പോൾ ഈ വാഷിംഗ് മെഷീൻ പുതിയ ഡ്രസ്സ്, ഷർട്ട്, അതുപോലെ തന്നെ ജീൻസുകളുണ്ടല്ലോ, പുതിയതൊക്കെയാണ് പഴയതാണെങ്കിലും നമ്മളിട്ട് അലക്കുമ്പോൾ ഇതിന് നൂല് പൊങ്ങാനൊക്കെ വളരെ ചാൻസ് കൂടുതലാണ്. അന്നപ്പോഴത്തേക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കിട്ടിലൊരു സൂത്രമാണിത് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ ഇതുപോലെ ചെറിയൊരു ബോട്ടിലുണ്ടെങ്കിൽ എടുക്കുക. ഒരുപാട് പ്ലാസ്റ്റിക് കുപ്പികൾ നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് ചെറിയൊരു കുപ്പി മതി കേട്ടോ. ഇത് ഇച്ചിരി വലിയ കുപ്പിയാണ് കേട്ടോ. ചെറിയൊരു കുപ്പി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വെള്ളം നിറച്ചതിന് ശേഷം ഫ്രീസറിൽ വെച്ചൊന്ന് കട്ടയാക്കി എടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ വെച്ചത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഐസ് വെള്ളമായിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, നല്ല തണുത്ത വെള്ളമായിരിക്കണം. എന്നിട്ട് നമ്മൾ തുണി അലക്കുന്ന കൂടെ തന്നെ ഈ കുപ്പി സഹിതം അതിലിട്ട് കൊടുത്ത് ഒന്ന് അലക്കിയെടുക്കുക. അലക്കിയതിന് ശേഷം ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല, അലക്കുന്ന മുമ്പ് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. ഐസ് കട്ടയായിട്ട് ഇടുവാണ് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് കുപ്പി ഇങ്ങനെ ഇട്ട് അലക്കാൻ ബുദ്ധിമുട്ട്
ബുദ്ധിമുട്ടോ ഇഷ്ടക്കേടോ വല്ലതും ഉണ്ടെങ്കിൽ ഷിമ്മിക്കൂട്ടുണ്ടല്ലോ വീട്ടിൽ, അതുപോലെ തന്നെ പാൽ കവർ ഇതുണ്ടെങ്കിൽ ഇതിൽ ഐസ് കട്ട തണുപ്പിച്ച് വെച്ചിട്ട് ശേഷം ഇട്ടിട്ട് അലക്കുവാണെങ്കിൽ നമ്മുടെ തുണി നല്ല സോഫ്റ്റ് ആവുകയും നൂലൊന്നും പൊങ്ങി വരുത്തുമില്ല കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, വളരെ നല്ലൊരു ടിപ്പാണ്. ഞാൻ ഇതുപോലെ തന്നെ ഷിമ്മി കവർ പാൽ കവറിൻ്റെ അകത്ത് വെള്ളം നിറച്ച് ഇതുപോലെ അലക്കുന്ന ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.